എന്താടാ? എടാ ഒരു മിസ് അടിച്ചേ. എന്ത്? ഒരു മിസ് അടിക്കാൻ. എന്താ ഉപ്പായി രാവിലെ തന്നെ മൂപ്പം മിസ് കോൾ അടിക്കാൻ പറയണ്ട. മൂപ്പം ബ്ലാക്ക് ഔട്ട് മൂപ്പൻ ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? എനിക്കെന്താ ഓർമ്മ മാത്രം. എന്റെ മൊബൈലും കാണില്ല. അതെ മൂപ്പ, ഇന്നലെ ഫസ്റ്റ് റൗണ്ടിൽ എന്താ സംഭവിച്ചേ? ഫസ്റ്റ് റൗണ്ട് നമ്മളെല്ലാരും കൂടി ഉപ്പായിക്ക് ചെയ്യേഴ്സ് പറഞ്ഞു. പിന്നെ ഇവന് ഷാരോന്റെ കോള് വന്നു, അനുവിന്റെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി പാട്ട് പാടി. പാട്ടോ? കളിപ്പിക്കുന്ന കാര്യം പറടാ, എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല. നമ്മളെല്ലാരും കൂടി ബാൽക്കണി പോയി മൂത്രം ഒഴിച്ച് ഓർക്കണ്ട. ബാൽക്കണിയിലാ? അപ്പൊ ഇന്നലെ നിന്റെ ക്ലയന്റ് വിളിച്ചത് ഓർമ്മയില്ല? എന്നെ ക്ലയന്റ് വിളിച്ചിരുന്നോ? എടാ എന്റെ മൊബൈലും കാണില്ല. ആരൊക്കെ വിളിച്ചിട്ടുണ്ടാവും. എന്തിത്ര തൊളിക്കാൻ? എടാ നായ, ഇന്നലെ നീ ഒറ്റൊരുത്തം പറഞ്ഞിട്ടല്ലേ നമ്മൾ 4 ആളും കൂടെ മൊബൈൽ വേണ്ടാന്ന് തീരുമാനിച്ചേ? മൊബൈൽ ഉപേക്ഷിക്കാനോ? ആ, കള്ളുടിച്ച് എന്താ പറഞ്ഞു കരുതി? എനിക്ക് ഭ്രാന്ത് പിടിക്കണട്ടാ. എന്റെ മൊബൈൽ ആരെടുത്താ? മൂപ്പന്റെ മൊബൈൽ ആ ഹാളിൽ ഒരു 65 കഷ്ണമായിട്ട് കിടപ്പുണ്ട്. പോയെടുത്തോ. പോടാ. മൂപ്പ തന്നെ അത് എറിഞ്ഞു പൊട്ടിച്ചത്. എടാ എനിക്ക് മൊബൈലിലാണ്ട് പറ്റില്ല. ഡെയിലി മോർണിംഗ് എനിക്ക് ക്ലയന്റ് ഇന്ററാക്ഷൻ ഉള്ളതല്ലേ, അത് നിങ്ങൾക്കും കൂടി അറിയാവുന്നതല്ലേ. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. എടാ 100 കണക്കിന് തരുണിമണികളുടെ നമ്പറുള്ള സിമ്മ ഇയാൾ പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു കളഞ്ഞത്. അപ്പഴാ ഇത് ഉപയോഗിക്കാനുള്ള നിബന്ധന വെച്ചത് മൂപ്പൻ തന്നെയാ. എന്ത്? MG റോഡിൽ പബ്ലിക് ആയിട്ട് സ്ട്രീക്ക് ചെയ്യണമെന്ന്. നീ അപ്പൊ ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്. രാവിലെ തന്നെ കുറച്ച് പരിപാടി ഉണ്ട്. മൂപ്പ ആലോചിച്ചിട്ട് പറ. എടാ എടാ മൂപ്പ എന്ത് തീരുമാനിച്ചു? വാ പോവാം. എന്ത്? വണ്ടി എടുക്കണ തീർന്ന്. എനിക്ക് ആരും പേടിയൊന്നുമില്ല. യു മീൻ സ്ട്രീക്കിംഗ്? എടാ നീ എന്തായി പറയണേ? ഏയ്, താനൊന്നും മിണ്ടണ്ട. മൂപ്പർ റെഡിയാണെങ്കിൽ പിന്നെ തനിക്കെന്താ കുഴപ്പം? എന്തറിയണ്ട നീ? ഉപ്പായി, മൂപ്പന്റെ ആത്മധൈര്യത്തെ താൻ സംശയിക്കരുത്. അവനൊരു പുരുഷനല്ലേ. നീ വേഗം ഭക്ഷണം കഴിച്ചേ, നീ വേഗം റെഡിയാക്കിയേ. അല്ല, ഞാനല്ല റെഡി ആവണ്ട. ഓക്കെ, ഞാനിപ്പോ റെഡി ആയിട്ടോ. ഒറ്റ മിനിറ്റ്. മൂപ്പ താണ്ടി പെണ്ണുങ്ങൾ പോലെ നടക്കുന്ന കണ്ടോ? ഒരു കാര്യമില്ല. മൂപ്പന് പാണ്ട് വരാൻ പറ്റില്ലല്ലോ. അതിന് മൂപ്പര് നെറ്റ് പ്രാക്ടീസ് മാത്രമല്ല അറിയൂ. എന്തൊക്കെ ഡയലോഗായിരുന്നു. ഐസവന്റെ പെർഫോമൻസ് ആയിരിക്കും പറഞ്ഞിട്ട് പെൻഡിയത്തിന്റെ അത്ര പോലെ കണ്ടില്ല. കൊറേ നേരമായി എനിക്കിട്ട് താങ്ങണ്. ക്ഷമിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ടട്ടാ. നമ്മളൊക്കെ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, അതാണല്ലോ ആണത്തം. ഓ, അപ്പൊ മൂപ്പനിനി എന്തൊക്കെ മേടിക്കണം? വള, മാല, ലിപ്സ്റ്റിക്. സ്വർണത്തിന്റെ വില കൂടിയടി. നിനക്ക് എന്റെ ആണത്തെ കാണോടാ? വാടാ കാണിച്ചരാം. മൂപ്പ ഞങ്ങളൊരു തമാശക്ക് വണ്ടി കയറുന്നവരെ ഞാനും തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇനി എനിക്ക് അങ്ങനല്ല. ഇനി ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന കണ്ട അപ്പൊ കാണാം. എടുക്കണം വണ്ടി. ഇവിടെയോ? ഹലോ ഇക്കാക്ക, ഇത് ഞാനാ. മൊബൈൽ എന്താ സ്വിച്ച് ഓഫ് ആയിരിക്കണേ? എടി അത് ഹസി, എന്റെ മൊബൈൽ മിസ്സായിക്കണ്. എങ്ങനെ? അറിയില്ല എടി, ഞങ്ങളെല്ലാരും കൂടെ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു. അവിടെ വെച്ചാണെന്ന് തോന്നുന്നു. ഇന്നലെ തന്നെ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കിട്ടും. സഞ്ജയ് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല എടി, തിരക്കില്ല. നീ ഒന്ന് വെച്ചേ. ഈ ഫോൺ പേഴ്സണൽ യൂസിനുള്ളതല്ല. ഞാൻ പിന്നെ വിളിക്കാം. സർ, എമൻഡാമിന് സെൽ കോൾ വന്നിട്ടുണ്ട്. ടാർഗറ്റ് എത്രയാണ്? ടാർജറ്റ് 902. എന്നാൽ 2 ലോഡ് സെല് ചെയ്തോളൂ. ഓക്കെ സർ. Sanjay, come to my office. യെസ് സർ.
Where were you last night? സർ Where's your mobile? Is it dead and gone to hell? I have called more than 20 times to your mobile. It was switched off. Look, you have the responsibility to pick the phone at any time, anywhere, under any circumstances. And you are so lazy to violate the company rules and agreements that you have made with the company. സഞ്ജയ്, കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കമ്പനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോബ്ലംസ് എത്രയാണെന്നറിയോ? അനിത, ബ്രിങ് ദാറ്റ് പ്രിന്റ് ഔട്ട്സ്. സി, ഇന്നലെ എനിക്ക് വന്ന കംപ്ലൈൻസ് മുഴുവൻ നീ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. Give it to him. Check it. All are complaints against you that you are not picking the phone. Tell me, where's that bloody mobile? സർ, ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് മൊബൈൽ എനിമോർ. Sorry? സർ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഞാനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇനി എൻ്റെ ലൈഫിൽ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല സർ. What rubbish and nonsense you are saying? Hey, are you normal? കഴിയില്ലെങ്കിൽ ഇട്ടിട്ട് പോടോ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ. How you are going to do this job without mobile? This is going to affect your job. സർ, Anyway, you have to give explanation for last night performance. You may collect memo from Anita. Please go out. Don't make me mad. Not using mobile. Idiot. മിസ്റ്റർ വിപിൻ ജെയിംസ് ആരാണ്? വരൂ. എന്താ പേര്? സുജിത. എവിടുന്നാ? എറണാകുളം. എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയോ? അറിയില്ല. മിസ്റ്റർ അഫ്സൽ മജീദ് ആരാണ്? ബിസിനസ് ടുഡേ. എന്ത് ബിസിനസ്? നമ്മളായിരിക്കും അടുത്തത്. അറിയില്ല. മിസ് സുജിത അലൻ, പോന്നോളൂ. മിസ്റ്റർ വർഗീസ്, കൂൾ. ഞാനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ഈ എന്താ പേര്? അശ്വതി. ഇയാളുടെയോ? സുബ്രഹ്മണ്യൻ. അതെ, ഇനി ലഞ്ച് കഴിഞ്ഞിട്ടാ ഇന്റർവ്യൂ ഉള്ളൂ. ഓ, താങ്ക് യു, വെരി ഗുഡ്. അല്ല, കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുമല്ലോ.
ഞാനും വരാം. പ്ലീസ്. അച്ചുവിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ പിന്നെ ഞാനും. ഓ നൈസ് ഫാമിലി. അച്ചുവിന് ഞാനൊരു ലഞ്ച് ഓഫർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ? ഓക്കെ. ഓക്കെ, താങ്ക് യു. എന്നെ സമ്മതിക്കണം പ്ലീസ്.